തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനായുള്ള തെരച്ചിൽ നടത്തി. കടലിലെ ശക്തമായ കാറ്റിനെയും മഴയും തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്. അതേസമയം പുലർച്ചെ ആരംഭിക്കേണ്ട തെരച്ചിൽ 12 മണിയോടെ മാത്രമാണ് ആരംഭിച്ചത്. സ്കൂബ ടീം എത്താൻ വൈകിയതാണ് തെരച്ചിൽ വൈകാൻ കാരണം. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വലിയ പ്രതിഷേധങ്ങളൊക്കെയാണ് നിലനിൽക്കുകയും മുല്ലപ്പുഴയിൽ വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ, മത്സ്യത്തൊഴിലാളിയായ ഷിജിനായുള്ള തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ കടലിൽ ശക്തമായ കാറ്റും മഴയും ഉള്ളതാണ് ഇത്തരത്തിൽ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് തെരച്ചിലടക്കം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ മറ്റൊരു വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുലർച്ചെ ആരംഭിക്കേണ്ട തെരച്ചിൽ 12 മണിയോടെ മാത്രമാണ് ആരംഭിച്ചതെന്നൊരു ആരോപണം, അല്ലെങ്കിൽ വിവാദമായ ഒരു ആരോപണം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്കൂബ ടീം അടക്കം എത്താൻ വൈകിയതാണ് ഇത്തരത്തിൽ തെരച്ചിലടക്കം പ്രതിസന്ധിയിലാകാൻ കാരണമെന്നൊരു ആരോപണം കൂടി പുറത്തേക്ക് വരികയാണ്. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അല്ലെങ്കിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ശക്തമായ കാറ്റും പ്രതികൂല കാലാവസ്ഥയാണ് ഇത്തരത്തിൽ തെരച്ചിൽ നിർത്തിവെക്കാൻ ഇടയാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ തെരച്ചിൽ ആരംഭിക്കാനടക്കം വൈകിയെന്നൊരു ആരോപണം കൂടി പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, വിഴിഞ്ഞ മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ, ഇന്നത്തെ തിരച്ചിലാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ തിരച്ചിൽ ഇന്നലെ ഈ ഷിജിൻ്റെ കുടുംബം, അതായത് കാണാതെ പോയ മത്സ്യത്തൊഴിലാളി ഷിജിൻ്റെ കുടുംബം ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യക്ഷമമായി തിരച്ചിൽ നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് അതിൽ മന്ത്രി CP ജോൺ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടിരുന്നു. മന്ത്രി CP ജോൺ ആണ് ഇന്നലെ അവർക്ക് വാക്കു നൽകിയത്. ഇത്തരത്തിൽ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നും കണ്ടെത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തുമെന്നും അതിൽ തുടർന്നാണ് ഇന്ന് രാവിലെ 5:30 തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തിരച്ചിൽ ആരംഭിക്കാൻ തന്നെ വൈകിയിരുന്നു. കൂടാതെ തന്നെ സ്കൂബ സംഘം എത്തിയത് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ്. ഈ തിരച്ചിൽ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്നു. അതിനെ തുടർന്ന് കാലാവസ്ഥ മോശം, അതിനെ തുടർന്ന് ഈ സ്കൂബ സംഘം തിരിച്ചു പോകുകയായിരുന്നു. എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതെ 2 മത്സ്യത്തൊഴിലാളികളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജോൺ, ഷിജിൻ എന്നീ 2 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുണ്ട്. ഇവരുടെ കുടുംബങ്ങളൊക്കെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. അതായത് ഈ കാണാതായിട്ട് ഇന്ന് 9 ദിവസമായി. ആദ്യ ദിവസം മുതൽ തന്നെ ഇത്തരത്തിൽ കാര്യക്ഷമമായ തിരച്ചിലുകൾ ഒന്നും തന്നെ നടന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി ഇത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കാർത്തു, ശരി, വ്യക്തമാണ്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.